അജിത് ഭാസ്കറുടെ കമന്റ് വായിച്ചിട്ടുണ്ട്, സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ശശി സിയർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, നിമിഷപ്രിയ എത്രയും വേഗം മോചിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന്, അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഫലം കാണട്ടെ എന്ന് ഉണ്ണിമോഹൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്ത. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് ശേഷം US-ൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ മാസം 5-നാണ് ചികിത്സയ്ക്കായി പോയത്. പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം. തിരുവനന്തപുരത്താണ് അദ്ദേഹം വിമാനം ഇറങ്ങിയത്. അഖിൽ പാലോട്ട് മഠമുണ്ട്. അഖിൽ, ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ് മുഖ്യമന്ത്രി യാത്രയാകുന്ന സമയത്ത് ആരോഗ്യരംഗത്തെക്കുറിച്ച്, ആരോഗ്യ കേരളത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി US-ൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. അദ്ദേഹം 3 മണിയോടുകൂടി തിരിച്ചെത്തി. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഹി, മുഖ്യമന്ത്രി ആരോഗ്യ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ മാസം 5-ാം തീയതി US-ലേക്ക് പോകുന്നത്. അദ്ദേഹം ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ദുബായ് വഴിയാണ് അദ്ദേഹം തിരിച്ച് മടങ്ങിയെത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ആരോഗ്യവാനായി തന്നെ തിരിച്ചെത്തി എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖലയും നല്ലതായതുകൊണ്ടാണ് അദ്ദേഹം പുറത്തുപോയി ചികിത്സ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്ന ഈ മാസം 5-ാം തീയതി എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ സുസ്ഥിരമായ സേവനത്തെ തുടർന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന, സർക്കാരിൻ്റെ സുസ്ഥിരമായ സേവനത്തെ തുടർന്ന് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സുഖചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ദുബായ് വഴി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അദ്ദേഹം ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പോകുന്ന ഈ 10 ദിവസക്കാലവും അദ്ദേഹം ഒരു തരത്തിലുമുള്ള ഭരണമാറ്റം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫയലുകൾ ഒപ്പുവെക്കുന്നതിലേക്ക് വേണ്ടി ഒരു മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നതില്ല. അപ്പോൾ ആ തരത്തിൽ കുറച്ചു കാര്യങ്ങൾ കൂടി സെക്രട്ടേറിയറ്റിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ മുഖ്യമന്ത്രി എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹി, അഖിൽ, ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരു കമന്റ് കണ്ടു. എന്തായാലും അമേരിക്കയിലെ ആശുപത്രിയിലെ കെട്ടിടം തകർന്ന് അത്യാഹിതം സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പിക്കാമെന്ന്. ആ രീതിയിലാണ് നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ പോക്ക്. എന്തായാലും അത്തരം ആക്ഷേപങ്ങൾക്കൊക്കെ ഇതുവരെയും പരിഹാരമായിട്ടുമില്ല. അഖിൽ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. അല്ലെങ്കിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലായിരുന്നു വലിയ തരത്തിൽ കേരളത്തിൽ PM-ശ്രീ പദ്ധതി അടക്കം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന് നിൽക്കുന്ന തെരുവിൽ സമരത്തിനിടയിലാണ് ആരോഗ്യവകുപ്പ് കൂടി അതിലേക്ക് കടന്നു വരുന്നത്. കാരണം ശിവൻകുട്ടി മന്ത്രി മാത്രമല്ല, വീണ ജോർജും കൂടി ഞാനും ആ തരത്തിലുണ്ട് എന്നുള്ള ഒരു ഫൈറ്റിംഗ് മൂഡിലേക്ക് വീണ ജോർജും എത്തിയിരുന്നത്. കാരണം അതുകൊണ്ടാണ് കേരളത്തിലെ ജനറൽ ആശുപത്രികൾ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ മുഴുവൻ അനാസ്ഥയിലാണ്. രോഗികൾക്ക് മരുന്നില്ല, കൂട്ടിരിപ്പുകാർക്ക് സുരക്ഷിതത്വമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല എന്നുള്ള തരത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യവകുപ്പും വീണ ജോർജും ഒരു ചെക്ക് വെച്ച് കടന്നു വരുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു മന്ത്രി കൂടി എത്തിയിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അവരുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് മന്ത്രി ഒരു ചെക്ക് വച്ചിരിക്കുന്നത്, ഒരു കീം എന്ന ചെക്ക് ഇപ്പോൾ മന്ത്രിയും വച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് മന്ത്രിമാരെല്ലാം തന്നെ അവരുടെ വകുപ്പുകളിൽ അതിഗംഭീരമായ ഭരണം നടത്തുന്ന സാഹചര്യത്തിലാണ് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സ തേടി പോയത് എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചികിത്സ കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. അമേരിക്കയിൽ നിന്നും ദുബായ് വഴിയാണ് അദ്ദേഹം വന്നത്. ദുബായിൽ എന്തിനാണ് പോയത് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും. രാഗി.